ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. CPIM കരട് രാഷ്ട്രീയ പ്രമേയം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചിരിക്കുകയാണ്. 3800 ഭേദഗതികൾക്ക് അംഗീകാരം നൽകിയിരിക്കുന്നു. ഇന്ത്യയിൽ നവ ഫാസിസ്റ്റ് പ്രവണതകൾ എന്ന കരട് രാഷ്ട്രീയ പ്രമേയത്തിലെ നിലപാടിൽ മാറ്റമില്ല. കോൺഗ്രസിനോടുള്ള രാഷ്ട്രീയ സമീപനത്തിലും മാറ്റമില്ല. രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന് പ്രകാശ് കാരാട്ട് മറുപടി നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അവലോകന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ രൂക്ഷമായ വിമർശനങ്ങളാണ് PB അംഗങ്ങൾക്ക് നേരെ വരെ ഉയർന്നത്. കേരള ഘടകത്തിനെതിരെയും വലിയ വിമർശനങ്ങളുണ്ടായി. സംവരണ തത്വം പാലിക്കുമെന്നാണ് പ്രകാശ് കാരാട്ട മറുപടി നൽകിക്കൊണ്ട് പറഞ്ഞത്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ഒപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്വകാര്യ സർവകലാശാലയ്ക്ക് പാർട്ടി കോൺഗ്രസിന്റെ അംഗീകാരമെന്ന നിർണായകമായ വിവരം കൂടി വരികയാണ്. സ്വകാര്യ സർവകലാശാല വിഷയത്തിൽ കേരള ഘടകത്തിനെതിരെ ആന്ധ്ര ഘടകം വലിയ വിമർശനമാണ് ഉയർത്തിയിരുന്നത്. പാർട്ടി നയങ്ങൾക്ക് ഇത് എതിരല്ലേ എന്നായിരുന്നു ആന്ധ്ര ഘടകത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ചോദിച്ചതും. എന്നാൽ ഇപ്പോഴിതാ സ്വകാര്യ സർവകലാശാലയ്ക്ക് പാർട്ടി കോൺഗ്രസിന്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു എന്നതാണ്. കേരളത്തിൽ സ്വകാര്യ സർവകലാശാല നിയമം പാസ്സാക്കിയതിന് പിന്നാലെ തന്നെയാണ് CPMന്റെ പാർട്ടി കോൺഗ്രസിൽ ഇത്തരമൊരു തീരുമാനം വരുന്നത് എന്നതും ഏറെ നിർണായകമാണ്. വിദേശത്ത് വിദ്യാർത്ഥികൾ പോകുന്നത് തടയുക ലക്ഷ്യമിടുന്നു എന്നാണ് പ്രകാശ് കാരാട്ട ഇതിനെ വിശദീകരിക്കുന്നത്. റഹീസ് റഷീദ് ചേരുന്ന വിശദാംശങ്ങളുമായി. റഹീസ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഇതുതന്നെയാണ്. സ്വകാര്യ സർവകലാശാല പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കുന്നു. അതിനുള്ള ന്യായമായി പറയുന്നത് വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ പോകുന്നത് തടയുക എന്നതാണ്. പ്രകാശ് കാരാട്ട് തന്നെ ഇത് വിശദീകരിക്കുകയും ചെയ്യുന്നു. വിനിത, കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്വകാര്യ സർവകലാശാലയ്ക്ക് മധുരയിൽ ചേരുന്ന 24ാം പാർട്ടി കോൺഗ്രസ് അംഗീകാരം നൽകി എന്നതാണ്. കേരളത്തിലെ CPM നേതൃത്വവും ഭരണ നേതൃത്വവും സ്വകാര്യ സർവകലാശാല കൊണ്ടുവരുന്നതിന് വേണ്ടി പറഞ്ഞ ന്യായീകരണങ്ങൾ അതേപടി ആവർത്തിക്കുകയാണ് പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ട് ചെയ്തത്. അതിലേറ്റവും പ്രധാനമായി അദ്ദേഹം പറഞ്ഞത്, കേരളത്തിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികൾ രാജ്യത്തിന് പുറത്തേക്ക് ഉപരിപഠനാർത്ഥം പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് തടയുകയാണ് ലക്ഷ്യം. നല്ല ക്വാളിറ്റിയുള്ള സർവകലാശാലകൾ കേരളത്തിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ആളുകൾ അവിടെ തന്നെ പഠിച്ച് ഈ നാടിന് ഗുണമുണ്ടാകുന്ന തരത്തിൽ വരട്ടെ എന്നത് മാത്രമാണ് സ്വകാര്യ സർവകലാശാലയുടെ ലക്ഷ്യമെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു. മറ്റ് ചർച്ചകളിൽ ഉയർന്ന സംവരണം പാലിക്കുമോ, വിദ്യാർത്ഥി അധ്യാപക സംഘടനകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടാകുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക്, സംശയങ്ങൾക്കും പ്രകാശ് കാരാട്ട് കൃത്യമായ മറുപടി നൽകി. സംവരണ തത്വം പാലിച്ചുകൊണ്ടായിരിക്കും സ്വകാര്യ സർവകലാശാലയിൽ അഡ്മിഷൻ നടപടികൾ നടക്കുക എന്ന കാര്യത്തിൽ സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് പ്രകാശ് കാരാട്ട് പ്രതിനിധികളെ അറിയിച്ചു. വിദ്യാർത്ഥി സംഘടനകൾക്കും അധ്യാപക അനധ്യാപക സംഘടനകൾക്കും പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും എന്ന കാര്യവും അദ്ദേഹം പറഞ്ഞു. സ്വകാര്യ സർവകലാശാലയ്ക്കെതിരെ കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളും സംസാരിച്ചപ്പോൾ ഇത് പാർട്ടി ലൈനാണോ എന്ന് സംശയം പ്രകടിപ്പിച്ചിരുന്നു. അതിനുള്ള ഒരു മറുപടി കൂടിയായി ഇതിനെ കാണുകയും ചെയ്യാം. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. സ്വകാര്യ സർവകലാശാലയ്ക്ക് പാർട്ടി കോൺഗ്രസിന്റെ അംഗീകാരം എന്നതാണ്. കേരള ഘടകത്തിന്റെ തീരുമാനം പൂർണ്ണമായും ശരിവെക്കുക കൂടിയാണ് പാർട്ടി കോൺഗ്രസ്. പ്രകാശ് കാരാട്ട് ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടിയും നൽകിയിട്ടുണ്ടെന്ന് റഹീസ് റഷീദ് വ്യക്തമാക്കുന്നു.